أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولئك لهم جنات عدن تجري من تحتهم الأنهار يحلون فيها من أساور من ذهب ويلبسون ثيابا خضرا من سندس واستبرق متكئين فيها على الأرائك نعم الثواب وحسنت مرتفقا. واضرب لهم مثل الرجلين جعلنا لأحدهما جنتين من أعناب وحففناهما بنخل وجعلنا بينهما زرعا كلتا الجنتين آتت أكلها ولم تظلم منه شيئا وفجرنا خلالهما نهرا وكان له ثمر فقال لصاحبه وهو يحاوره أنا أكثر منك مالا وأعز نفرا. സദഖല്ലാഹുൽ അലീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫിലെ 31, 32, 33, 34 4 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أولئك لهم جنات عدن تجري من تحتهم الأنهار يحلون فيها من أساور من ذهب. ഉലായിക ലഹും, അക്കൂട്ടർക്ക് ഉണ്ട്, ജന്നാത്തുൻ തോട്ടങ്ങൾ, തോപ്പുകൾ, അദനിൻ എന്നെന്നും നിലനിൽക്കുന്ന, അക്കൂട്ടർക്ക് സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകളുണ്ട്. തജ്രീമിൻ തഹ്തിഹിമുൽ അൻഹാർ, അവയുടെ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്നുണ്ട്, നദികൾ ഒഴുകുന്നുണ്ട്. തജ്രീമിൻ തഹ്തിഹിമുൽ അൻഹാർ. യുഹല്ലൗന ഫിഹ, അവർ അവിടെ വെച്ച് ധരിപ്പിക്കപ്പെടും, അവരെ അവിടെ വെച്ച് ധരിപ്പിക്കും. മിൻ അസാവിറ മിൻ ദഹബിൻ, സ്വർണത്തിൻ്റെ വളകൾ, അവർക്ക് അവിടെ വെച്ച് സ്വർണവളകൾ അണിയിക്കപ്പെടും. വയൽബസൂന, അവർക്ക് ധരിപ്പിക്കപ്പെടും സിയാബൻ, വസ്ത്രങ്ങൾ, ഖുദറൻ പച്ച, അവർക്കവിടെ പച്ച വസ്ത്രങ്ങൾ ധരിപ്പിക്കപ്പെടും. മിൻ സുന്ദുസിൻ വൈസ്തബറഖ്, കട്ടിയില്ലാത്ത നേരിയ പട്ടും കട്ടിപ്പട്ടും, രണ്ട് രൂപത്തിലുള്ള വസ്ത്രങ്ങളും അവർ ധരിപ്പിക്കപ്പെടും. മുത്തക്കീന ഫിഹ, അവർ അവിടെ ചാരിക്കിടക്കും. അലൽ അറായിക്ക്, ചാരുമഞ്ചങ്ങളിൽ, അവർ അവിടെ സോഫകളിൽ, ചാരുമഞ്ചങ്ങളിൽ ചാരിക്കിടക്കും. നിഅമ സവാബ്, എത്ര നല്ല പ്രതിഫലമാണ്. വഹസുനത്ത് മുർത്തഫഖ, അതേപോലെ എത്ര ഉത്തമമായ വിശ്രമ കേന്ദ്രമാകുന്നു അവർക്ക് ലഭിച്ചത്. എത്ര നല്ല വിശ്രമ കേന്ദ്രമാകുന്നു അവർക്ക് ലഭ്യമായിട്ടുള്ളത്. വദരിബ് ലഹും മസലൻ, നീ അവർക്ക് ഉദാഹരണമായി പറഞ്ഞു കൊടുക്കൂ. റജുലൈനി, രണ്ടാളുകളുടെ ഉദാഹരണം, നീ അവർക്ക് 2 പേരുടെ ഉദാഹരണം പറഞ്ഞു കൊടുക്കണം. ജഅൽനാലി അഹദിഹിമ ജന്നതൈനി, അവരിൽ ഒരാൾക്ക് നാം 2 തോട്ടങ്ങൾ നൽകി. മിൻ അഅനാബിൻ, മുന്തിരിയുടെ, അവരിൽ ഒരാൾക്ക് നാം മുന്തിരിയുടെ 2 തോട്ടങ്ങൾ കൊടുത്തു. വഹഫഫ്നാഹുമ ബിനഖലിൻ, അതിന് ചുറ്റുമായി ഈത്തപ്പന കൊണ്ട്, കാരക്കമരങ്ങൾ കൊണ്ട് വലയം ചെയ്യുകയും ചെയ്തു. 2 മുന്തിരിത്തോട്ടങ്ങൾ, അവക്ക് ചുറ്റുമായി കാരക്കത്തോട്ടങ്ങൾ, ഈത്തപ്പനകൾ. വജഅൽന ബൈനഹുമ സിർഅ, അവക്ക് രണ്ടിനും ഇടയിലായി ധാന്യ
കൃഷിയും അതും അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. ജാൽന ബൈനഹുമ സെറ, അതിനിടയിലായിട്ട് നാം അവർക്ക് കൃഷി, ധാന്യകൃഷി ഉണ്ടായിക്കൊടുക്കുകയും ചെയ്തു. ഖിൽത്തൽ ജന്നത്തൈൻ, ആ രണ്ട് തോട്ടങ്ങളും അതത്ത് ഉക്കലഹ, അത് ഭക്ഷ്യവിഭവങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. ആ രണ്ട് തോട്ടങ്ങളും ഭക്ഷ്യവസ്തുക്കൾ നൽകിക്കൊണ്ടേയിരുന്നു. വലം തദ്ലിമിൻ ഹുഷൈഅ, ഒന്നും ഒരു ക്രമക്കേടും വരുത്തിയിട്ടില്ല. പഴങ്ങൾ കൊടുക്കുന്നതിൽ അവ ഒരു ക്രമക്കേടും വരുത്തിയില്ല. വഫജ്ജർന ഖിലാലഹുമാ നഹറ, അവക്കിടയിലൂടെ ഒരു നദി ഒഴുക്കുകയും ചെയ്തു. ആ തോട്ടങ്ങളുടെ ഇടയിലൂടെ ഒരു നദി ഒഴുക്കി കൊടുക്കുകയും ചെയ്തു. വക്കാന ലഹു സമർ, അങ്ങനെ അദ്ദേഹത്തിന് പഴങ്ങളുണ്ടായി, അല്ലെങ്കിൽ അതിൽ നിന്ന് വരുമാനം ലഭ്യമായി തുടങ്ങി. വഖാല ലി സ്വാഹിബിഹി, അപ്പോൾ അയാൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു. വഹു യുഹാവിറഹു, അവർ തമ്മിൽ സംവാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹിതനോട് അയാൾ പറഞ്ഞു, അന അക്സറു മിൻക മാലൻ, ഞാൻ നിന്നെക്കാൾ അധികം ധനമുള്ളവനാണ്, നിന്നെക്കാൾ സമ്പത്തുള്ളവനാണ് ഞാൻ. വഅസു നഫറ, അതേപോലെ അധികം എണ്ണവുമുള്ള ആളുകളിൽ പെട്ടവനാണ് ഞാൻ, അഥവാ നല്ല സംഘബലമുള്ളവനുമാണ് ഞാൻ. സ്വത്തുണ്ട്, സമ്പത്തുണ്ട്, എനിക്ക് സ്വത്തുണ്ട്, അതേപോലെ തന്നെ സന്താനങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തിൽ ഇന്നാ ലാ നുദിഉ അജ്റ മൻ അഹ്സന അമല, നന്നായി പ്രവർത്തിച്ച ആരുടെയും അജ്ർ, പ്രതിഫലം നാം പാഴാക്കുകയില്ല എന്ന് പറയുകയുണ്ടായി. എൻ്റെ അല്ലാഹു ഒന്നുകൂടി ഈ ആളുകൾക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം കൂടി ഒന്ന് പറയണം. ഉലൈക ലഹും, ഈ ആളുകൾക്ക് ജന്നാത്തു അദ്നിൻ, ശാശ്വതമായ തോട്ടങ്ങളുണ്ട്, സ്വർഗത്തോപ്പുകളുണ്ട്. ഈ അദ്ന് എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ മധ്യത്തിലുള്ള ഒരു പ്രത്യേക സ്ഥലമാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതല്ല, സ്ഥിരവാസത്തിൻ്റെ സ്വർഗം എന്നും അർത്ഥമുണ്ട്. തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തൂടെ നദികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ ഈ ആളുകൾക്കുണ്ട്. ഇനി അവർക്ക് ധരിക്കാൻ, അവരെ അണിയിക്കാൻ, യുഹല്ലന ഫിഹാ മിൻ അസാവര മിൻ ദഹബിൻ, സ്വർണത്തിൻ്റെ ബ്രേസ്ലെറ്റുകൾ, സ്വർണത്തിൻ്റെ വളകൾ അവർക്ക് അണിയിച്ചു കൊടുക്കും. പരലോകത്ത് സ്വർണ്ണവളകൾ ധരിക്കുക, പട്ടുവസ്ത്രം ധരിക്കുക എന്നൊന്നും പറഞ്ഞാൽ അത് ഹറാമായ സംഗതിയല്ല, അതവിടെ വിശ്വാസികൾ ധരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ സ്വർണ്ണവളകൾ അവരെ അണിയിപ്പിക്കും. 3 വളകളിൽ വെച്ച് എന്നും ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. വയൽബസൂന സിയാബൻ ഹുളറം മിൻ സുദുസിൻ വൈസ്തബർഖിൻ, കട്ടിയുള്ള പട്ടുവസ്ത്രവും നേരിയ പട്ടുവസ്ത്രവും അവരെ ധരിപ്പിക്കുകയും ചെയ്യും. പച്ച പട്ടുകൾ, പട്ടുവസ്ത്രം കട്ടിയില്ലാത്തതും കട്ടിയുള്ളതുമൊക്കെ നല്ല രസമാണ് കാണാൻ. ആ തരത്തിലുള്ള നല്ല കണ്ണിനൊക്കെ വളരെ ആനന്ദകരമായ രൂപത്തിലുള്ള പട്ടുവസ്ത്രങ്ങൾ അവർ ധരിപ്പിക്കും. അതേപോലെ അവരുടെ ഇരിപ്പിടം, മുത്തക്കീന ഫഅലൽ അറായിഖ്, പര്യങ്കങ്ങളിൽ, ചാരുപഞ്ചങ്ങളിൽ, സോഫകളിൽ അവർ ചാരിക്കിടക്കും. അങ്ങനെ അവർക്ക് നല്ല വസ്ത്രങ്ങൾ, നല്ല ആഭരണങ്ങൾ, നല്ല ഇരിപ്പിടങ്ങൾ, ഇതൊക്കെ കൊടുത്തിട്ട് എത്രയോ, ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ധനാഢ്യർക്ക് ലഭിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ മികച്ച ഒരു സ്വീകരണമാണ് അവർക്ക് അവിടെ കിട്ടുന്നത്. നിഅമ സവാബ്, എത്ര നല്ല പ്രതിഫലമാണ്. അതേപോലെ തന്നെ വഹസനത്ത് മുർത്തഫഖ, അവരുടെ വിശ്രമസ്ഥലം, നേരത്തെ മറ്റവരുടെ വിശ്രമസ്ഥലത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ട് വസാഅത്ത് മുർത്തഫഖ എന്ന് പറയുന്നുണ്ട്. വളരെ മോശം വിശ്രമസ്ഥലമാണ് അവിശ്വാസികൾക്കുള്ളതെങ്കിൽ ഇവർക്ക് വളരെ
ഉത്തമമായ ഏറ്റവും നല്ല നിലയിലുള്ള വിശ്രമ സ്ഥലമാണ് അള്ളാഹു ഒരുക്കിയത്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ടാളുകളെ സംബന്ധിച്ച് പറയണം. ഒന്ന് സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച കിട്ടുകയും എന്നാൽ ആ സമ്പത്തിൻ്റെ പേരിൽ അഹങ്കരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്ത കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. വദ്രിബ് ലഹും മസലൻ റജുലൈനി, രണ്ടാളുകളെ സംബന്ധിച്ചുള്ള ഉദാഹരണം പറഞ്ഞു കൊടുക്കും. നേരത്തെയും ഇതേപോലെ രണ്ടാളുകളെ സംബന്ധിച്ചുള്ള ഉദാഹരണം മറ്റ് പല ആയത്തുകളിലും വന്നിട്ടുണ്ട്. ജാൽനാലി അഹദിഹിമ ജന്നതൈനി മിൻ അനാബിൻ, അവരിൽ ഒരാൾക്ക് മുന്തിരിയുടെ 2 തോട്ടങ്ങൾ ഉണ്ടായി കൊടുത്തു. 2 മുന്തിരി തോട്ടങ്ങൾ, ഇഷ്ടം പോലെ മുന്തിരികളുള്ള 2 തോട്ടങ്ങൾ. വഹഫഫ്നാഹുമാ ബിനഖലിൻ, ചുറ്റുഭാഗവും ഈത്തപ്പന കൊണ്ട് വലയം വെച്ച അവസ്ഥ. അപ്പോൾ അയാൾക്ക് മുന്തിരി ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ യഥേഷ്ടം കാരക്കയും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ജാൽനാ ബൈനഹുമാ സറഅ, അതിന് പുറമെ അതിൻ്റെ നടുവിലൂടെ ഒരു ധാന്യത്തിൻ്റെ ഒരു കൃഷിയിടം അതും അതിൻ്റെ നടുവിലുണ്ട്. അപ്പോൾ 3 സംഗതികളുമായി. കാരക്ക കിട്ടി, അതേപോലെ തന്നെ മുന്തിരി കിട്ടി, അതോടൊപ്പം തന്നെ ഇഷ്ടംപോലെ ധാന്യങ്ങളും അയാൾക്ക് അവിടെ നിന്ന് വിളഞ്ഞു കിട്ടി. എന്നിട്ട് കിൽത്തൽ ജന്നത്തൈനി ആത്തു തൂക്കലഹ, ഈ തോട്ടങ്ങളൊക്കെ അയാൾക്ക് ഇഷ്ടം പോലെ വിഭവങ്ങൾ തന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേപോലെ തന്നെ വലം തദ്ലിം മിൻഹു ഷൈഅ, ഒന്നിലും ഒരു ക്രമഭംഗം. ളുൽമ് എന്ന് പറഞ്ഞാൽ ക്രമമല്ലാത്ത അവസ്ഥ എന്നുള്ളതാണ്. പെട്ടെന്ന് കരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ നശിച്ചു പോവുകയോ വെള്ളപ്പൊക്കം വരികയോ അങ്ങനെയൊക്കെ വരുമ്പം അതൊരു ളുൽമാണ്. ഇവിടെ ഒന്നുമില്ല, കൃത്യമായിട്ട് അവർക്ക് കിട്ടേണ്ട സാധനങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. ഒരു ക്രമഭംഗം പോലും ഉണ്ടാവാത്ത രൂപത്തിൽ എല്ലാം കൃത്യമായി അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു. വലം തദ്ലിം മിൻഹു ഷൈഅ. അപ്പോൾ ഫജ്ജർനാ ഖിലാലഹുമാ നഹറ, അതിനിടയിലൂടെ ഒരു നദി ഒഴുക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇഷ്ടം പോലെ വെള്ളമായി, ജലക്ഷാമമില്ല, എല്ലാ സൗകര്യങ്ങളും അവിടെ വരുത്തി കൊടുത്തു. അപ്പോൾ അയാൾക്ക് കിട്ടിയിട്ടുള്ള ഭൗതിക സുഖങ്ങൾ വെച്ച് ആലോചിച്ച് നോക്കുമ്പം വളരെ മേലെയാണ്. ഒരുപാട് സൗകര്യങ്ങൾ അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അയാൾ വക്കാന ലഹു സമറും ഫക്കാലി സാഹിബി ഹോ ഫാബർ, അങ്ങനെ അയാൾക്ക് ഫലമുണ്ടായി, അഥവാ ആ കായ്കനികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായി. ഇഷ്ടം പോലെ അയാൾക്ക് സാധനങ്ങളൊക്കെ ലഭ്യമായി തുടങ്ങിയപ്പം അയാളുടെ സുഹൃത്തിനോട് അയാൾ പറയണം, അന അക്സറും ഓഹോ ഹാവർഹു, അവർ തമ്മിൽ സംസാരം മധ്യേ അവരെ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടിയ കാര്യങ്ങളെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അയാൾ പറയണം, അന അക്സറമിങ്ക മാലം വായസു നഫറ, എനിക്ക് നിന്നെക്കാൾ ഇഷ്ടം പോലെ ധനം എനിക്ക് കൂടുതലുണ്ട്, അതേപോലെ തന്നെ നഫറും ആൾബലവും എനിക്കാണ് കൂടുതൽ. സ്വത്ത് എനിക്കാണ് കൂടുതൽ, ആൾബലവും എനിക്കാണ് കൂടുതൽ. എങ്ങനെയാണെങ്കിലും നിന്നോട് ജയിക്കാൻ എനിക്ക് പറ്റും എന്ന രൂപത്തിൽ അത് വെല്ലുവിളിക്കുന്ന അവസ്ഥയാണ്. തുടർന്നുള്ള ആയത്തിൽ ബാക്കി കാര്യങ്ങൾ കൂടി വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള സൗഭാഗ്യങ്ങൾ അതൊക്കെ നൈമിഷികമാണ്. ഏത് സമയവും ഇല്ലായ്മ ചെയ്യാൻ അത് തന്നവന് കഴിയും എന്നുള്ളതാണ്. പടച്ച തമ്പുരാൻ തന്ന ആയുസ് എത്രയും പെട്ടെന്ന് ഒഴിവായി പോകാൻ സാധ്യതയുണ്ട്. ആരോഗ്യം, രോഗം വരുന്നതോടുകൂടി അത് നശിച്ചു പോകാനിടയുണ്ട്. അതൊന്നുമല്ലാതെ ആക്സിഡൻറ്റുകൾ ദിനേന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു തരത്തിലുള്ള പലതരത്തിലുള്ള അപകടങ്ങൾ, അതിലേതെങ്കിലും പെട്ടുപോയാൽ അതോടുകൂടി അത് തീർന്നു. വലിയൊരു രോഗമുണ്ടായാൽ നമ്മൾ അധ്വാനിച്ചത് മുഴുവൻ ചിലവഴിച്ചാലും മതിയാവാത്ത അവസ്ഥ വരും. അപ്പോൾ വേണ്ടാത്ത നിഗളിപ്പ് ഉണ്ടാവാതിരിക്കുകയായിരിക്കും നല്ലത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കട്ടെ. വന്നുപോയ അബദ്ധങ്ങളൊക്കെ തിരുത്തി നല്ല മനുഷ്യരായി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.